നമസ്കാരം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് അടച്ചുകൊണ്ടുള്ള ഇറാന്റെ നീക്കം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ കേവലം ഒരു പ്രാദേശിക തർക്കത്തിൽ നിന്ന് ആഗോള സാമ്പത്തിക ദുരന്തത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ വിതരണം ചെയ്യപ്പെടുന്ന എണ്ണയുടെ 20% കടന്നു പോകുന്ന ഈ തന്ത്രപ്രധാനമായിട്ടുള്ള പാത നിലവിൽ ഇറാന്റെ കർശന നിയന്ത്രണത്തിലാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തുക എന്ന വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇറാൻ തങ്ങളുടെ ഈ സാമ്പത്തിക ആയുധം പ്രയോഗിച്ചിരിക്കുന്നത്. കടലിടുക്കിലൂടെയുള്ള ഈ ഒരു ഗതാഗതം പൂർണ്ണമായിട്ടും തടഞ്ഞതോടെ ആഗോള എണ്ണ ലഭ്യതയിൽ പകുതിയോളം കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കാനാവാത്ത വിധം ഉയരാൻ കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മാരിടൈം അനലിറ്റിക്കൽ സ്ഥാപനങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ പ്രകാരം മാർച്ചിലെ ആദ്യ വാരത്തിൽ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം ഏതാണ്ട് നിശ്ചലമായ അവസ്ഥയിലാണ്. 2026 തുടക്കത്തിൽ പ്രതിദിനം ശരാശരി 1.98 കോടി ബാരലുകൾ വ്യാപാരം നടന്നിരുന്ന സ്ഥാനത്ത് മാർച്ച് 1 ആയപ്പോഴേക്കും ഇത് വെറും 28 ലക്ഷം ബാരലായിട്ട് കുത്തനെ ഇടിഞ്ഞു. നിലവിൽ കടലിടുക്കിൻ്റെ ഇരുവശങ്ങളിലുമായി ഇറാന്റെ കപ്പലുകൾ ഒഴികെ 700-ലധികം ചരക്ക് കപ്പലുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇതിൽ പകുതിയിലധികവും വമ്പൻ ക്രൂഡ് ഓയിൽ ടാങ്കറുകളാണ് എന്നുള്ളത് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. കപ്പലുകൾക്ക് മേലുള്ള ഇൻഷുറൻസ് ചെലവും ചരക്ക് കൂലിയും അനിയന്ത്രിതമായി തന്നെ വർദ്ധിക്കുന്നത് അത് ആഗോള വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെയും ഒക്കെ തന്നെ വിലക്കയറ്റത്തിന് നേരിട്ട് കാരണമാവുകയാണ്. ഗൾഫ് മേഖലയിലെ പ്രമുഖ രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ്, ഖത്തർ എന്നിവയുടെ പ്രധാന കയറ്റുമതി പാതയാണ് ഹോർമുസ്. ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ നിലവിൽ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നത്. ഏഷ്യൻ യൂറോപ്യൻ വിപണികളിലേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകവും എത്തുന്നത് ഈ വഴിയിലൂടെ മാത്രമാണ്. സൗദിയും UAEയും പൈപ്പ് ലൈൻ വഴി ബദൽ മാർഗ്ഗങ്ങൾ തേടുന്നുണ്ടെങ്കിലും കടൽ മാർഗ്ഗമുള്ള വൻതോതിലുള്ള കയറ്റുമതിക്ക് പകരം വയ്ക്കാൻ ഇത്തരം കരമാർഗ്ഗങ്ങൾക്ക് സാധിക്കില്ല. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദിയിലെ റാസ്തനുറ റിഫൈനറിയിലും ഖത്തറിലെ LNG പ്ലാന്റിലും ഉണ്ടായ ആക്രമണങ്ങൾ ദ്രവീകൃത പ്രകൃതിവാതകത്തിൻ്റെ ലഭ്യതയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി യൂറോപ്യൻ വിപണിയിൽ ഗ്യാസ് വിലയിൽ 40%-ലധികം വർധനവാണ് ഒരൊറ്റ ദിവസം കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ വിഷയമാണ്. രാജ്യത്തിൻ്റെ ക്രൂഡ് ഓയിൽ ആവശ്യത്തിൻ്റെ 80% ഇറക്കുമതി ആശ്രയിച്ചാണ് കഴിയുന്നത്. അതിൽ 50%-ലധികവും വരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. നിലവിൽ അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ ഏകദേശം 10,000 കോടി രൂപ വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങളുമായി 27 ഇന്ത്യൻ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നത് കപ്പലുടമകളെയും ജീവനക്കാരെയും വലിയ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉന്നതതലത്തിലുള്ള നയതന്ത്ര ഇടപെടൽ നടത്തണമെന്ന് കപ്പലുടമകളുടെ സംഘടനയായിട്ടുള്ള INSA ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഭ്യന്തര വിപണിയിൽ പെട്രോൾ ഡീസൽ ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യ ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറുകളിലെയും താരിഫുകളിലെയും മാറ്റങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നു. ഇന്ത്യയുടെ കൈവശം നിലവിൽ 75 ദിവസത്തേക്കുള്ള കരുതൽ എണ്ണ ശേഖരം ഉണ്ടെങ്കിലും സംഘർഷം നീണ്ടുപോയാൽ ഇത് രാജ്യത്തെ ആവശ്യങ്ങൾക്ക് തികയുകയില്ല. സാഹചര്യം വഷളായാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിയന്ത്രിക്കാനും സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഏഷ്യൻ രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാന ഊർജ്ജ വിതരണ ശൃംഖല തടസ്സപ്പെടുന്നത് രാജ്യത്തെ വ്യവസായ മേഖലയെയും മൊത്തത്തിലുള്ള വിലക്കയറ്റത്തെയും ദോഷകരമായിട്ട് ബാധിക്കുമെന്ന ഉറപ്പാണ്. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം 1 മാസത്തിലധികം നീണ്ടു നിൽക്കുമെന്ന അന്താരാഷ്ട്ര സൂചനകൾ ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കില്ലെന്ന ആശങ്കയാണ് നൽകുന്നത്. റഷ്യ, ബ്രസീൽ, പടിഞ്ഞാറൻ ആഫ്രിക്ക തുടങ്ങിയ വിദൂര രാജ്യങ്ങളിൽ നിന്ന് എണ്ണ എത്തിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില അത് ബാരലിന് $100 കടന്നാൽ അത് ലോകമെമ്പാടും കടുത്ത പണപ്പെരുപ്പത്തിന് വഴിവെക്കും. ഇറാന്റെ സൈനികാഭ്യാസങ്ങളും കർശന മുന്നറിയിപ്പുകളും വെറും പ്രകടനമല്ലെന്നും ആഗോള ഊർജ്ജ ഭൂപടത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമാണെന്നും നിലവിലെ സംഭവ വികാസങ്ങൾ തെളിയിക്കുകയാണ്. നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ഈ ജലപാത ഉടൻ തുറന്നില്ലെങ്കിൽ ലോകം 2008-ലേതിനേക്കാൾ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഇവിടെ തള്ളിക്കളയാനാവില്ല.